കണ്ണടച്ച് വിനയമുള്ളവരായി നമുക്ക് നിൽക്കാം. കർത്താവിന്റെ കൃപയില്ലെങ്കിൽ ഞാനും നിങ്ങളും ഒന്നുമല്ല. ആരോഗ്യം വേണമെങ്കിൽ, ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, കർത്താവിന്റെ കൃപയിൽ വളർന്ന് വളർന്ന് വലിയ സന്തോഷത്തിൽ എത്തിച്ചേരണമെങ്കിൽ കർത്താവിന്റെ കൃപയും കാരുണ്യവും നമുക്ക് ആവശ്യമുണ്ട്. ആ കർത്താവിന്റെ മുമ്പിൽ കണ്ണടച്ച് കൈകൾ കൂപ്പി നിൽക്കാം. ബൈബിൾ പറയുന്നത് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലയാം. മൃഗരാജാക്കന്മാരുടെ മക്കൾക്ക് ഈ ലോകത്തിൽ പോരായ്മയുണ്ടാകാം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാ അധികാരവും അവിടുത്തെ കരങ്ങളിലാണെന്ന്. ഹൃദയം തുറന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നോക്കുന്നവർക്ക് ഈ ധ്യാനം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, അവരുടെ കുഞ്ഞുങ്ങളെ ഉയർത്തും. കർത്താവിന് വിൽക്കണ്ണടച്ച് കൈകുപ്പി നിന്നുകൊണ്ട് ചൊല്ലിത്തന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുപറഞ്ഞ് ആവർത്തിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്റെ യേശുവേ, എന്റെ രക്ഷക, എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെയെല്ലാം നവീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഈ ദേശത്തെ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ എല്ലാ പിശാചുക്കളും മാറിപ്പോകട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ അന്ധകാരത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും അടിമത്തങ്ങളും പ്രേരണകളും ഞങ്ങളിൽ നിന്നും, വീടുകളിൽ നിന്നും, ഈ ദേശത്ത് നിന്നും മാറിപ്പോകട്ടെ. ബൈബിളിന്റെ വെളിച്ചത്തില് ഈ ദിവസങ്ങള് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് അനുഗ്രഹപ്രദമാകുന്നതിന് എങ്ങനെ സഹകരിക്കണമെന്ന് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞങ്ങള് പോകുന്ന എല്ലാ ധ്യാനങ്ങളിലും യേശു കർത്താവ് അത്ഭുതകരമായ രീതിയിൽ വലിയ മാനസാന്തരങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ജീവിക്കുന്ന ഈശോ അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെയും പ്രവർത്തിക്കും, ഞങ്ങൾക്ക് സംശയമില്ല. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഏതെല്ലാം രീതിയിലാണ് കർത്താവ് അനുഗ്രഹം ചൊരിയാൻ പോകുന്നത്? പഴയ നിയമത്തില് പ്രവാചകന്മാരുടെ പുസ്തകത്തില് യെസക്കേൽ എന്നൊരു വലിയ പ്രവാചകനുണ്ട്. ഈ പ്രവാചകൻ വഴി മാനവരാശിയെ മുഴുവനെയും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും പഠിപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായി. മാനവരാശിയെ മുഴുവനെയും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ എന്തു കിട്ടുമെന്ന് പഠിപ്പിക്കാൻ ദൈവം തിരുമനസ്സായി. അതിനുവേണ്ടി ദൈവമായ കർത്താവ് മനുഷ്യനെങ്കിലും തന്റെ പ്രവാചകന്മാർ ഒരുവനായിരുന്ന യെസക്കേലിനെ വിളിക്കുകയാണ്. മനുഷ്യനാണെങ്കിലും തന്റെ പ്രവാചകന്മാർ ഒരുവനായ യെസക്കേലിനെ വിളിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനെ അവനിലേക്ക് പ്രത്യേകമായി വർഷിച്ചുകൊണ്ട് അവനെ നയിക്കുകയാണ്. ബൈബിൾ പറയുന്നു, നയിക്കപ്പെടുന്ന അവൻ അസ്ഥികൾ നിരന്നു കിടക്കുന്ന ഒരു താഴ്വരയിൽ നിൽക്കുന്നു. ദൈവമായ കർത്താവിന്റെ ഹിതമനുസരിച്ച് യെസക്കേൽ നോക്കുമ്പോൾ അനേകായിരങ്ങളുടെ മാസങ്ങളും വർഷങ്ങളുമായ ഉണങ്ങി വരേണ്ട അസ്ഥികള്
ഇങ്ങനെ കിടക്കുകയാണ്. പ്രവാചകൻ നോക്കി. ദൈവത്തിന്റെ ചോദ്യം, മനുഷ്യപുത്ര, ഈ കാണുന്ന ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ? പ്രവാചകനെങ്കിലും എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായ എസെക്കിയേൽ പറഞ്ഞു, ദൈവമേ നിനക്കറിയാം. എന്താ? മാസങ്ങളും വർഷങ്ങളുമായി ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഈ അസ്ഥികള് മനുഷ്യരൂപമായി മാറുമോ എന്ന് ദൈവമേ നിനക്കറിയാം. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് സംഭവിക്കണമെങ്കിൽ ഇതാ മാറും. മനുഷ്യപുത്ര, നീ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് എന്റെ വചനം പറയുക. ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് ദൈവത്തിന്റെ വചനം പറയുക. ദൈവത്തിന്റെ കൽപ്പന കേട്ടു പ്രവാചകൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവം പഠിപ്പിച്ച, ദൈവം അരുളിച്ചെയ്യുന്ന ദൈവവചന ഭാഗങ്ങളെ ആ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് പ്രവാചകൻ പറയുവാൻ തുടങ്ങി. ദൈവജനനെ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ഉണങ്ങി വരേണ്ട അസ്ഥികളിൽ ജീവന്റെ അംശം പ്രവേശിക്കുവാൻ തുടങ്ങിയെന്ന് എസെക്കിയേൽ 37 എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഉണങ്ങി വരേണ്ട അസ്ഥികളിൽ ജീവൻ പ്രവേശിക്കുവാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ഉണങ്ങി വരേണ്ട അസ്ഥികളെ ചലിക്കുവാൻ തുടങ്ങി. അവ അസ്ഥിയോട് ചേരുവാൻ തുടങ്ങി. അവയ്ക്ക് മാംസമുണ്ടാകുന്നു, മജ്ജയുണ്ടാകുന്നു, മനുഷ്യരൂപമായി മാറുന്നു. എങ്കിലും അവയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല. ദൈവം രണ്ടാമതും വന്നിട്ട്, മനുഷ്യപുത്ര, മനുഷ്യരൂപങ്ങളായി മാറിയ അസ്ഥികൾക്ക് ഇനിയും ജീവൻ പ്രാപിക്കുവാൻ സാധിക്കുമോ? പ്രവാചകന്റെ മറുപടി ഇതാ, ദൈവമേ നിനക്കറിയാം. എന്ത്? നിനക്കസാധ്യമായി യാതൊന്നുമില്ല. നിനക്കസാധ്യമായി യാതൊന്നുമില്ല. എന്തുകൊണ്ട്? നീ പറഞ്ഞു, ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് ദൈവത്തിന്റെ വചനം പറയാൻ. ഞാനിത് പറഞ്ഞു, അവ മനുഷ്യരൂപങ്ങളായി മാറി. ഞാനിത് കണ്ടു. ദൈവമേ നിനക്കസാധ്യമായി യാതൊന്നുമില്ല. അപ്പോൾ ദൈവം പറയുന്നു, മനുഷ്യപുത്ര, 4 വായ്ക്കളിൽ നിന്നും ജീവശ്വാസം ഈ നിഹതന്മാരുടെ മേൽ പ്രവേശിക്കുവാൻ നീ സംസാരിക്കുക. പ്രവാചകൻ സംസാരിച്ചു. അവയെല്ലാം എന്നെയും നിങ്ങളെയും പോലെ ചലിക്കുന്ന മനുഷ്യരായിട്ട് മാറി. തുടർന്ന് ദൈവം ഒരു രഹസ്യം പറഞ്ഞു. എന്റെ ജനമായ ഇസ്രായേലിനോട് നീ സംഭവം പറയണം. എന്റെ ജനമെന്ന് പറയുന്ന, ദൈവജനമെന്ന് വിളിക്കുന്ന ഇസ്രായേലിനോട് നീ സംഭവം പറയണം. എന്താ സംഭവം? ദൈവജനമേ, നിങ്ങൾ പറയുന്നു ഞങ്ങൾ രോഗികളാണെന്ന്. എന്റെ ജനമേ, നിങ്ങൾ പറയുന്നു ഒന്നിനും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ജനമേ, നിങ്ങൾ പറയുന്നു ഞങ്ങൾ ദുഃഖിതരാണ്, ഞങ്ങൾ തകർന്നവരാണ്, ഞങ്ങളിതാ നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്നാൽ എസെക്കിയേലേ, നീ ദൈവജനത്തോട് പറയണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം, ആരംഭം ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ, അത് വായിക്കാൻ, അത് ധ്യാനിക്കാൻ, കേൾക്കാൻ സമയം മാറ്റിവെക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യ, നിന്റെ പ്രശ്നങ്ങളുടെ ആരംഭം, നീ രോഗിയായി തീരുന്നതിന്റെ ആരംഭം, നിന്റെ മനസ്സ് തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആരംഭം, ഒന്നിനും നിന്നെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അതിന്റെ ആരംഭം ജീവന്റെ വചനം കേൾക്കുന്നതിന്, അത് വായിക്കുന്നതിന്, അത് ധ്യാനിക്കുന്നതിന്, അതനുസരിക്കുന്നതിന് നീ സമയം കാണുന്നില്ല. ഇതാണ് മനുഷ്യ നിന്റെ പ്രശ്നം. അതുകൊണ്ട് ഉണങ്ങി വരേണ്ട അസ്ഥികളെ മാറ്റിമറിച്ച ദൈവത്തിന്റെ വചനം ഈ 4-5 ദിവസങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഉണങ്ങി വരേണ്ട അസ്ഥികളെ മനുഷ്യരാക്കി മാറ്റിയ വചനമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ക്യാൻസർ രോഗികളെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ സൗഖ്യം ലഭിക്കും. മാറാ രോഗങ്ങളെ ബാധിച്ചവരെ ഈ ദിവസങ്ങളിൽ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുകും. നിരാശയ്ക്ക് അടിമപ്പെട്ടവരെ, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ
അവരിലേക്ക് സന്തോഷത്തിലെയും സമാധാനത്തിലെയും ആത്മാവിനെ യേശു കർത്താവ് വർഷിക്കും. സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങളെ ദൈവത്തിന്റെ വചനം ഈ ദിവസത്തിൽ കേട്ടുകൊണ്ടിരുന്നാൽ യേശു കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം നമ്മൾ തീരുമാനിക്കുന്നത് ഈ 4-5 ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കാനും അത് വായിക്കാനും അത് ധ്യാനിക്കാനും വേണ്ടി മാറ്റിവെക്കുക. കൃപയുടെ സമൃദ്ധി നമ്മളിലേക്ക് ഒഴുകാൻ പോവുക. കൈയുയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരുന്നുകൊണ്ട് തന്നെ കൈയുയർത്തുക, മുകളിലേക്ക് കൈയുയർത്തുക. കർത്താവിലേക്ക് ആരും പറഞ്ഞിട്ടല്ല, എന്റെ കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ വചനം ഈ ദിവസങ്ങളിൽ എന്നിലേക്ക് സ്വർഗം തുറന്ന് കൃപ ചൊരിയാൻ വേണ്ടി കൈയുയർത്തി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലയ, എന്നാൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ മുഖത്തേക്കല്ല, കർത്താവിന്റെ മുഖത്തേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ വചനം ഉണങ്ങി വരണ്ട അസ്ഥികളെ മാറ്റിമറിക്കുന്ന ജീവനുള്ള മനുഷ്യരാക്കി മാറ്റുന്ന അങ്ങയുടെ വചനം ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ, വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അനുസരിക്കുവാൻ ഞങ്ങളെല്ലാവരുടെ മേലും വൻ കൃപ യേശുനാഥ അങ്ങ് ചൊരിയണമേ, അങ്ങ് ചൊരിയണമേ. യേശുനാഥ, യേശുനാഥ, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ വൻ കൃപ അങ്ങ് ചൊരിയണമേ. ബൈബിളിൽ എവിടെങ്കിലും ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ അത് ഗ്രഹിക്കണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിക്കാൻ പോവുകയാണ്. ഈ ധ്യാന ദിവസങ്ങളിൽ പറയുന്ന വചനങ്ങള് അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, കെട്ടപ്പെട്ട പുസ്തകമായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ പ്രാരംഭത്തിൽ തന്നെ ഏതെല്ലാം വചനങ്ങളെ നമ്മൾ സ്വീകരിച്ചിരിക്കണം? ഈ പറയാൻ പോകുന്ന 2 വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ ധ്യാനിക്കുന്നവരാണ് ശരിയായിട്ട് ധ്യാനിക്കുന്നവരെ. വായിച്ചു കേൾപ്പിക്കാം. കൊരിന്തോസുകാരുടെ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ക്രൈസ്തവ ജീവിതത്തിലെ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ എല്ലാ വചനങ്ങളും ഈ ദിവസങ്ങളിൽ ഇവിടെ പറയും. അതിലൊന്നായത് 2 കൊരിന്തോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, പൗലോസ് പറയും, ഈ സുവിശേഷം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, കേട്ടിട്ട് എന്തോന്നായത്, എന്തോ ഒക്കെ പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രം. ബൈബിള് വായിച്ചാ മനസ്സിലാകാത്തതാരാ? നാശത്തിലേക്ക് പോകുന്നവർ. എന്താണ് നാശത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ? പാപത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നവരെ, ദൈവത്തിന്റെ വഴി സ്വീകരിക്കാൻ മടിക്കുകയും എനിക്കെന്റെ വഴി, പാപത്തിന്റെ വഴി മതിയെന്ന് ആരെങ്കിലും വിചാരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ വചനം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാൻ വന്നിരിപ്പുണ്ട്. മ്ലേച്ഛകരമായ അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ നാശത്തിന്റെ വഴി നമ്മളിൽ നിക്ഷേപിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാതെ തീരുമാനിക്കാതെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ ബൈബിൾ പറയുന്നു അത് കേൾക്കുന്നവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ അത് കെട്ടപ്പെട്ട പുസ്തകമായിരിക്കും. അതുകൊണ്ട് വചനം ഗ്രഹിക്കണം പറയുന്നവർ ഗ്രഹിക്കണമെങ്കിൽ തീരുമാനിക്കണം, ദൈവമേ